പ്രിയപ്പെട്ട മോമിനിങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു പാവം പ്രവാസിയുടെ മരണം. അദ്ദേഹം ഉറക്കത്തിൽ മരണപ്പെട്ടു പോവുകയാണ്. സാധാരണ പ്രവാസികളൊക്കെ മരണപ്പെടാറുള്ളത് പോലെ തന്നെ അറ്റാക്കായി ഈ ഒരു പാവം മനുഷ്യനും മരണപ്പെട്ടു പോവുകയാണ്. ഉറക്കത്തിലുണ്ടായ ഹൃദയാഘാതം ഇദ്ദേഹത്തെ മരണത്തിലേക്ക് എത്തിച്ചു. നമ്മളോട് വിടവാങ്ങിയത് കോഴിക്കോട് പരുത്തിപ്പാറ സ്വദേശി വടക്കണി പൂവത്തങ്കണ്ടി അഫ്സൽ താഹയാണ് മരണപ്പെട്ടിരിക്കുന്നത്. വെറും 35 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. ഞങ്ങൾ പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരട്ടെ. ആമീൻ. ചില മരണങ്ങളാണ് നമ്മളെയൊക്കെ ഈമാനില്ലാതെ മരണപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് എന്നും നമ്മൾ മരണത്തെക്കുറിച്ച് ഓർക്കണമെന്ന് പറയുന്നത്, മരണത്തിന് വേണ്ടി തയ്യാറെടുക്കണമെന്ന് പറയുന്നത്. നമ്മളെയൊക്കെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്കും ഭാഗ്യവും അല്ലാഹു തആല നൽകുമാറാകട്ടെ. ആമീൻ. ഇദ്ദേഹം ഉറക്കത്തിൽ മരണപ്പെട്ടു പോവുകയാണ്. ഇദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ ഒപ്പം ജോലി ചെയ്തിരുന്ന നേപ്പാൾ സ്വദേശിയാണ് കഴിഞ്ഞ ദിവസം രാവിലെ അഫ്സലിനെ മരിച്ച നിലയിൽ കാണുന്നത്. സുബ്ഹാനല്ലാഹ്. മരണവെപ്രാളം പോലും ആരും കണ്ടില്ല. ഇതാണ് പ്രവാസിയുടെ ഒരു വിധി എന്ന് പറയുന്നത്. പടച്ച റബ്ബ് എല്ലാ പ്രവാസികൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ആമീൻ. അങ്ങനെ കമ്പനി അധികൃതർ പോലീസിനെ അറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തി നിയമ നടപടികൾക്ക് ശേഷം മയ്യത്ത് അൽ ദർബ് ജനറൽ ആശുപത്രിയിൽ മോർച്ചറിയിലേക്ക് മാറ്റി. അഫ്സലിന് അപസ്മാര രോഗമുള്ളതായി ജോലി ചെയ്യുന്ന റിവൈവ കമ്പനിയിലെ സുഹൃത്തുക്കൾ പറയുന്നു. 8 വർഷമായി അഫ്സൽ ഈ കമ്പനിയിൽ ജോലി ചെയ്തു വരുന്നു. ഭാര്യയും 3 മക്കളുമുണ്ട്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ. ഇവരുടെ പരലോക പ്രവേശനം നീ ആദരവപൂർവമാക്കണേ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും ഈ മയ്യത്തിനെ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, പ്രവാസിയാണ് റബ്ബേ. ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ. ഇവിടെ കുടുംബത്തിന്, ഭാര്യ, ഉമ്മ, മക്കൾക്ക് പടച്ച റബ്ബേ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പടച്ച റബ്ബേ, ഈ ഒരു കുടുംബത്തിനെ നീ തന്നെ സംരക്ഷിക്കണേ റബ്ബേ. ജീവിതത്തിന് വേണ്ടി ആരുടെ മുന്നിലും കൈനീട്ടാനുള്ള അവസ്ഥ നീ ഉണ്ടാക്കല്ലേ റബ്ബേ. 3 മക്കളാണ് റബ്ബേ, അവരുടെ സംരക്ഷണം നീ തന്നെ ഏറ്റെടുക്കണേ റബ്ബേ. ആരുടെ മുന്നിലും തലകുനിക്കാനുള്ള അവസ്ഥ നീ ഉണ്ടാക്കല്ലേ റബ്ബേ. പടച്ച റബ്ബേ, ഈ മയ്യത്തിന് നീ മഅഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. അർഷിൻ്റെ തണൽ നീ നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഒരുപാട് ആളുകൾ, ഒരുപാട് പ്രവാസികൾ നിരന്തരം മരണപ്പെട്ടു പോകുന്നുണ്ട് റബ്ബേ. അവരുടെയൊക്കെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പടച്ച റബ്ബേ, പെട്ടെന്നുള്ള ഇങ്ങനെയുള്ള അപകട മരണത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.